എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അടുത്തത് അതിന്റെ തേജസ്, അതാണ് ജ്യോതിസ്. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി. ഏറ്റവും എന്നുള്ള നീട്ടി പറഞ്ഞു, ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി. രത്നത്തിന് ഈ ഭൂമിയിലെ ഒരുത്തന്റെ സ്വർണ്ണക്കടയിൽ അത് ഇല്ല. ഇത് സ്വർഗീയമായ രത്നമാണ്. സ്വർഗത്തിൽ മാത്രം കാണാൻ കിട്ടുന്നതാണ്. ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി, ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അടുത്തത് അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ദൂതന്മാരുമുണ്ട്. ഈ 12 ഗോപുരവും 12 മുത്തുകൾ കൊണ്ടുണ്ടാക്കിയത്. ഒറ്റ മുത്തു കൊണ്ടുള്ള കൊത്തുപണിയാ. ഏച്ചു വെച്ചതല്ല, ജോയിൻ ചെയ്ത് വെച്ചതല്ല, പശയിട്ടൊട്ടിച്ചതല്ല, സിമെന്റ് ഇട്ടൊട്ടിച്ചതല്ല. ഒരൊറ്റ മുത്തുകൊണ്ടുള്ള ഒരു ഗോപുരം കണ്ട വെരുണ്ട് ചത്തുപോകും കേട്ടോ. ആമേൻ. നിങ്ങളെ പോലെ ഭാഗ്യശാലികൾ ലോകത്തിൽ ആരുണ്ട്? പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്നാ, എന്നെ പോലെ കഷ്ടകാലം പിടിച്ച ഒരു വ്യക്തി വേറെയാണ്. നല്ല തല്ല് തരും ദൈവം കേട്ടോ. പാളയം കെട്ടിക്കൊണ്ട് വേണം കയറി ചെല്ലാൻ, അടി മേടിക്കാൻ. ഇങ്ങനെയൊക്കെ പറയുന്നവര്. നിങ്ങളെപ്പോലെ ഭാഗ്യശാലികൾ ആരുണ്ട്? എൻ്റെ കർത്താവ് എന്നെ കണ്ടല്ലോ എന്ന് പറ, എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറ. എന്നെക്കാട്ടി വിദ്യാഭ്യാസമുള്ള, സൗന്ദര്യമുള്ള, കുടുംബസ്ഥിതിയുള്ളവർ, കൂടെ പഠിച്ചവർ, എൻ്റെ കുടുംബക്കാര്, ബന്ധക്കാര്, ചാർച്ചക്കാര്, നാട്ടുകാര്, എന്നെ ചീത്തയും പിടിച്ച് നടക്കുന്ന ഒത്തിരി പേര്, ഇവരൊക്കെ ഉണ്ട്. ഇവരെ ആരെയും ദൈവം വേർതിരിച്ചില്ല. എത്ര ദൈവദാസന്മാർ ഇപ്പോഴും അവിടെ പുറകെ നടക്കുന്നു. ഒരുത്തനെ കൊണ്ടും കഴിയുന്നില്ല. കൃപയാൽ എനിക്ക് ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. ആ തമ്പുരാൻ കൃപ തന്നോണ്ട്, അല്ലേ നിങ്ങളെ കൊണ്ട് ഈ പണി നടക്കത്തില്ല. ഇതെല്ലാം കൃപയാല, നമ്മുടെ കഴിവുകൊണ്ട് ഒരു പണി നടക്കുകയില്ല. ഇത്ര ഭാഗ്യശാലികളാ. മോളെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചേ, ഇംഗ്ലീഷിൽ. ആരേലും കാണുമല്ലോ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ. 11-ാം വാക്യം, വേഴ്സ് 11. And her light was like a most precious stone, like a jasper stone, clear as crystal. കേട്ടോ, ക്ലിയർ ആസ് ക്രിസ്റ്റൽ. ദേ, ഇത് ക്ലിയർ ആസ് ക്രിസ്റ്റൽ ഒന്നും അല്ല. പിന്നെ ഞാനങ്ങ് ഒപ്പിച്ചെടുക്കാം. ഒരു വേറെ ക്ലാസ് ഇവിടെ കാണുന്നുണ്ടായിരുന്നു, ആ പോയി. ഇതിൻ്റെ അടിഭാഗം നോക്കിയേ. ഇതിനകത്തിരിക്കുന്ന വെള്ളം അടിയിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മൊത്തം എന്ത് ചെയ്യാം? കാണാം. സൂര്യകാന്തം, അതായത് ആഴമുള്ള ഒരു കിണർ, അതിൻ്റെ അടിയിലൊരു പാറക്കല്ല് കിടക്കുന്നു. മുകളിൽ ഒരു 10 അടി പൊക്കത്തിൽ വെള്ളം കിടക്കുക. സൂര്യൻ ജ്വാജ്വല പ്രഭയോടെ ജ്വലിച്ച് നിൽക്കുമ്പോൾ ആ കിണറിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് ആ വെള്ളത്തേക്ക് കൂടെ നോക്കാമെങ്കിൽ അടിയിൽ കിടക്കുന്ന പാറക്കല്ല് മുകളിൽ നിന്നുകൊണ്ട് കാണാം. അതാണ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്ന പട്ടണത്തിനകത്തോട്ട് കയറിയാൽ, ആമീൻ, പറയാൻ വാക്കുകളില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാക്കി തരട്ടെ. ആമീൻ. അതിനകത്ത് ആളുകൾ സഞ്ചരിക്കുന്ന സ്ഫടിക സ്വച്ഛതയോടെ കാണാൻ കഴിയത്തക്ക നിർമ്മലതയാ. ഒരു കാര്യം കൂടെ പറയാം, അതിനകത്ത് പാർക്കണമെങ്കിൽ ക്രിസ്തീയ ഈ ജീവിതമുണ്ടല്ലോ, ഇതുപോലെ സ്ഫടിക സ്വച്ഛതയുള്ളതായിരിക്കണം. കാവട്യവും വിളച്ചിലും കൊണ്ട് നടന്നാൽ അങ്ങോട്ടൊന്ന് എത്തി നോക്കാനൊക്കത്തില്ല കേട്ടോ. ബൈബിളിൽ ഒത്തിരി ഭാഗത്ത് യേശുപ്പച്ചനും പൗലോസും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ,
ഓരോ കോണ്ടസ്റ്റിലാണ് പറയുന്നത്. ഉണർന്നിരിപ്പീൻ. അതിൻ്റെ ഇംഗ്ലീഷ് പറയണ്ട, വാച്ച് ഈ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു ദൂതാ പറയുന്നത്. എന്തോ നിരീക്ഷിക്കണം? എന്ത് നിരീക്ഷിക്കണം? കർത്താവിൻ്റെ രഹസ്യവരവെങ്കിൽ എടുക്കപ്പെട്ട് ഈ പുതിയ യെരൂശലേമിനകത്ത് കയറാൻ ഉള്ള സ്റ്റാൻഡേർഡ് എനിക്ക് ആത്മീയമായിട്ട് എത്രയുണ്ട്? ഇനി എന്തെല്ലാം കൂടെ ക്രമീകരിച്ചാൽ ഞാൻ അവിടെ എത്താൻ പാകമാകും? എൻ്റെ ജീവിതത്തിൽ അവിടെ എത്താൻ തടസ്സമായി നിൽക്കുന്ന ഇനിയും എന്നിൽ നിന്ന് നീക്കാനുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ഡേഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, ആത്മീയ അപകടങ്ങൾ. കർത്താവിൻ്റെ രഹസ്യവരം എടുക്കപ്പെട്ട് ഈ സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ, സൂര്യകാന്തത്തിന് തുല്യമായ വീട്ടിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ടുള്ള എന്തെല്ലാം ആത്മീയ അപകടങ്ങൾ ഇനിയും എന്നിൽ ബാക്കിയുണ്ട്. അത് കണ്ടുപിടിക്കുന്നതാണ് പ്രാർത്ഥന. അത് കണ്ടുപിടിച്ച് അത് ദൈവസന്നിധിയിൽ ഹാജരാക്കി പ്രാർത്ഥിച്ച് അതിനുമേൽ ജയമെടുക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഏർപ്പാട്. അല്ലാതെ സത്യാഗ്രഹം ഇരുന്ന് ചിലത് മേടിച്ചെടുക്കുന്നതല്ല. സ്തോത്രം. രോഗത്തിലേത് ആ വൃത്തികെട്ട പണി അങ്ങ് നിർത്തിയേക്കണം. നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. കാന്തയാകാനുള്ള ദൈവമക്കളുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ പ്രാർത്ഥനയല്ല. ഭൗതിക ലോകത്തിലെ വിഷയങ്ങൾ പ്രാപിക്കാനുള്ള ഉപവാസ പ്രാർത്ഥന അതൊരു അഴുക്ക് പരിപാടിയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. അതിന് ഒറ്റമൂലിയായിട്ടൊരു കാര്യം ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒറ്റക്കാര്യം, നിങ്ങളുടെ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ ഒറ്റമൂലിയുണ്ട്, അതങ്ങ് ഉപയോഗിച്ചാൽ മതി. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ നിനക്ക് വേണ്ടിയത് എന്തൊക്കെയാണ് തമ്പുരാൻ അറിയാം. അത് അതാതിന്റെ സമയത്ത് നിന്റെ മുമ്പിൽ വന്നു നിൽക്കൂ. നീ അതിന്റെ പുറകെ നടക്കണ്ട, നീ അതിനു വേണ്ടി അലച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണ്ട. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ, സൂര്യകാന്തത്തിന് തുല്യമായിരിക്കുന്ന ഈ സ്വർഗീയ നഗരത്തിനകത്ത് എത്തിച്ചേരാനുള്ള അർഹത യോഗ്യത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തടസ്സമായിരിക്കുന്ന സ്പിരിച്വൽ ഡേഞ്ചേഴ്സ്, ആത്മീയ അപകടങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അത് മാറിപ്പോകാനുള്ള ഉപവാസവും പ്രാർത്ഥന നിന്റെ കൂടപ്പറപ്പായിരിക്കണം. മറ്റേ ചവറ് പരിപാടി നിർത്തണം കേട്ടോ. അതൊരാത്മീയന് ചേരുന്നതല്ല. ബിലോ ദ സ്റ്റാൻഡേർഡ് ഓഫ് എ സ്പിരിച്വൽ മാൻ. ഒരാത്മീയന്റെ നിലവാരത്തിൽ നിന്നും വളരെ താണതാണ് ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള പ്രാർത്ഥനയും ക്രൂസേഡും. അത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് സമയം പോയെന്ന് പറയല്ല കേട്ടോ. യോഗത്തിന്റെ സമയമല്ല, ജീവിതത്തിന്റെ സമയം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അതിൻ്റെ ഒന്നാമത്തെ പ്രതിഫലമായിട്ടാണ് മരിച്ചാൽ ഉടനെ പെട്ടെന്ന് ഇവിടുന്ന് ഡിപ്പാർച്ചർ തരികയാണ്. ആ സ്വർഗത്തോട് കിടപിടിക്കുന്ന സ്ഥലമായ അബ്രഹാമിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അബ്രഹാം കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാം നോക്കി നടന്നേച്ച് ലോകത്തിലെ രാജ്യം കർത്താവ് കൊടുത്തതാണ്. 7 കേട്ടെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നിർത്തിയില്ല. അപ്പച്ചനോട് പറഞ്ഞു, നീ മേളിലോട്ട് നോക്കെന്ന് പറഞ്ഞു. എബ്രായ ലേഖനം 11 കിടപ്പുണ്ട്. അദ്ദേഹം മേളിലോട്ട് നോക്കിയപ്പോൾ ദൈവം ശില്പിയായതും നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഇപ്പോൾ നിങ്ങൾ ഈ വായിച്ച സ്വർഗീയ നഗരം കണ്ടു. വെളിപ്പാട് 21:9 കണ്ട ഈ നഗരം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കണ്ടോ എന്ന് പറഞ്ഞു. എന്നാ നിന്റെ മോനെ വിളിച്ച് കാണിക്കാൻ പറഞ്ഞു. ഞാൻ വായിപ്പിക്കാം, ഇന്ന് കേക്ക്. എന്നാ നിന്റെ മോനെ വിളിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പച്ചൻ ഓടിച്ചത് ഇസാഖിനോട് ഓടിവാടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ബൈനാക്കുലറിനകത്തൂടെ നോക്കുന്ന പോലെ നോക്കി കാണണോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തോ അപ്പച്ചത്, എടാ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം, ഈ നഗരത്തിലാണ് നമ്മളെ ദൈവം പാർപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മടി ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. അകത്ത് കയറിയ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവർ വേറെ ആരുമില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഇസാഖിനെ കാണിച്ചപ്പോ എന്നാ നിന്നെ കൊച്ചുമോനെ വിളിച്ച് കാണിക്കാൻ പറഞ്ഞു. അന്നേരം യാക്കോബും കൂടെ ഉണ്ട്. അബ്രഹാം മരിക്കുമെങ്കിൽ യാക്കോബിന് തന്നെ 14 വയസ്സോട്ടുണ്ട്. ഓടിച്ചെന്ന് യാക്കോബിനെ വിളിച്ചു. യാക്കോബിനോട് പറഞ്ഞു, നോക്കടാ മോനെ എന്ന് പറഞ്ഞു. കൊച്ചുമോനെ, മാതാപിതാക്കളെ
പിള്ളേരെ വല്ലതും കാണിക്കാന്നെ വേദോത്സവത്തിലേത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഈ ലോകത്തിലേക്ക് ഉണ്ടാൻ വേണ്ടിയൊന്നുമല്ല കാണിച്ചു കൊടുക്കേണ്ടത്, സ്വർഗത്തിലേത് കാണിച്ചു കൊടുക്കണം. ആ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആമേൻ. ഓടി വരണേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. യാക്കോബിനെ കാണിച്ചു. യാക്കോബ് നോക്കി, അപ്പോ ദൈവം ജൽപ്പിക്കാൻ നിർമ്മിച്ച അടുത്താണ് സ്വർഗീയമായ നഗരം. വെളിപ്പാട് 21 കാണുന്ന ആ സ്വർഗീയ നഗരം കണ്ടു. ആമേൻ. ഇത് കണ്ടി മക്കളെ കണ്ടോ? എടോ, ഇതാടാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയുള്ള കാലം ഈ ഭൂമിയിലെ ഒരു മണ്ണാൻകെട്ടക്കകത്തോട്ടും നമ്മുടെ ഹൃദയം ഇറക്കിക്കൊണ്ട് പോകണ്ട. അതിനകത്തെ നന്മകൾ നമ്മുടെ ആവശ്യത്തിന് വല്ലതുകൊണ്ട് മുട്ട തിന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കാം. നമുക്ക് വല്ലച്ചാതി അവിടെ എത്തിച്ചേരണമടാ മക്കളെ എന്ന് പറഞ്ഞ് ഈ മൂന്നിനെയും കൂടെ കെട്ടിപ്പിടിച്ച ഒരു കരച്ചില് അബ്രഹാം. തമ്പുരാൻ ഒരു സീല് ചെയ്തു, ഇവനെ അവിടെ കയറ്റിയേ ഞാൻ അടങ്ങത്തുള്ളൂ. നിങ്ങൾ 2 വാക്യം വായിക്കണം. ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ എബ്രായർ 11 വായിക്കാം. 11 അബ്രഹാമിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം എടുത്താട്ടെ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, 9 വാക്യം. അവിശ്വാസ വീട്ടിൽ പെട്ടെന്ന് വായിച്ചോ. ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് കേട്ടോ, ഇതൊക്കെ നിർത്തി പഠിക്കണം. ദൈവം പ്രോമിസ് ചെയ്ത് കൊടുത്ത പ്രോമിസ് ലാൻഡിൽ ചെന്നു. ലോകത്തിലെ കനാൻ ദൈവം തമ്പുരാൻ കൊടുത്തതാണേ. ലോകത്തെ മുഴുവനും സദസാക്കി അതിന്റെ നടുവിലൊരു പ്ലാറ്റ്ഫോം കെട്ടി തന്നിരുന്നേ ഞാൻ അതിന്റെ നടുക്കുന്നുണ്ട് ഇത് പ്രസംഗിച്ചേനെ. മുഴുവൻ പെന്തക്കോസിനെ പിടിച്ചിരുത്തി കേൾപ്പിക്കേണ്ടതായത്. പ്രത്യേകിച്ച് ഇന്നത്തെ പെന്തക്കോസിലെ ഉപദേശിമാരെ മുട്ടാളന്മാർ കിടന്ന് തല്ലുമടി ഉണ്ടാക്കുക. എത്തി നോക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ പണിയും കാണിച്ചങ്ങോട്ട് ചെന്നാൽ നിന്റെ കോട്ടും സൂട്ടും കണ്ട ദൈവതമ്പരം വരുണ്ട് അങ്ങോട്ട് കയറ്റത്തൊന്നുമില്ല. പോയി പണി നോക്കാൻ പറയും. ഇത് പഠിപ്പേരൊക്കെയാണ് ലാസറിനുള്ളതായത്. തെരുവുതണ്ടി ആയിട്ടും പ്രമാണം വിറ്റ് കാശുണ്ടാക്കാത്തവനായിരുന്നു അദ്ദേഹം. ഇത് പ്രമാണം വിറ്റെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. എവിടെ ചെല്ലാനാ ഇതൊക്കെ? ഇതൊന്നും കണ്ടു പഠിക്കല്ല കേട്ടോ. വായിച്ചാട്ടെ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ദൈവം പ്രോമിസ് ചെയ്ത ദേശത്ത്, ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന്, അവിടെ ചെന്ന് ഒരു അന്യദേശത്ത് പാർക്കുന്നത് പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും, കേട്ടോ, ഇസഹാക്ക് വന്ന കണ്ടോ, ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കേട്ടോ, തന്നെ ഇരുന്ന് പഠിച്ചോണേ. വാഗ്ദത്ത ദേശത്ത് ചെന്ന് ഒരു അന്യദേശത്തെന്നതുപോലെ ദൈവം തമ്പുരാൻ തന്നതാണെങ്കിൽ പോലും ഭൂമിയിലാണെങ്കിൽ അതിനെ വെറുതെ മൈൻഡ് ചെയ്യല്ല കേട്ടോ. വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ. ഒരിക്കലും ഒരുത്തനൊരു കാറ് കിട്ടി കേട്ടോ, എനിക്കറിയാവുന്ന ആളാണ്. രാവിലെയും വൈകിട്ട് വന്ന് തൂപ്പും തുടയും കഴുകലും ബഹളം. ഒരു ദിവസം കൊണ്ടുവരും ഒറ്റ ഇടി, അതങ്ങ് കോൺ തിരിഞ്ഞങ്ങ്. 2 ആഴ്ച കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു, ആ കാറിനോടുള്ള ആഗ്രഹം അങ്ങ് പോയെന്ന് പറഞ്ഞു. അത് തമ്പുരാൻ ചളുക്കി കൂട്ടി കൈ കൊടുത്തു. ഏതായാലും അവൻ ചത്തില്ല അതിനകത്തിരുന്ന്. ഏത് കാറ് കിട്ടിയാലും തോക്കാനും പോകത്തില്ല, തുടയ്ക്കാനും പോകത്തില്ല, ഉപയോഗിക്കത്തേ ഉള്ളൂ. ഒറ്റ ഇടി കൊടുത്തപ്പോൾ അവൻ ലെവലായി. കാറ് വാങ്ങിച്ചു, കാറിനകത്ത് യാത്ര ചെയ്തു. കാറ് ഹൃദയത്തിൽ കയറരുത്. വീട് പണിതോ, വീട്ടിൽ താമസിച്ചോ, വീട് ഹൃദയത്തിൽ കയറരുത്. പിള്ളേരെ വളർത്തിക്കോ, നല്ല പൊസിഷനിലൊക്കെ എത്തിച്ചോ, പിള്ളേർ ജോലിയും ചെയ്ത് കാശും കൊണ്ടാക്കി നമുക്ക് കൊണ്ടു തരട്ടെ. അവസാനം അപ്പനെ അമ്മയെ ലേലം വിളിക്കാൻ അനുവദിക്കല്ല കേട്ടോ. ആമേൻ. ആർക്ക് വേണം അപ്പനെ 1 തരം 2 തരം വസ്തുവും കൂടെ തരാം, കുടുംബം കൂടെ തരാം, എനിക്കിതാന്ന് പറയുന്ന ടൈപ്പൊന്നും ആകാതെ വളർത്തിയാൽ മതി. ആമേൻ. അതേ, കുഞ്ഞുങ്ങളെ വളർത്തിക്കോ, കുഞ്ഞുങ്ങൾ നല്ലതാകട്ടെ, ഉയർന്നു വരട്ടെ, നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടാക്കട്ടെ, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകട്ടെ. പക്ഷേ അങ്ങനെ കുഞ്ഞുങ്ങൾ ഉയർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഹൃദയത്തിലാക്കരുത്.
ഒന്നും ഹൃദയത്തേക്ക് വിലക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെ, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തത് പോലെ, കരയുന്നവർ കരയാത്തവരെ പോലെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെ. എവിടെ എഴുതിയേക്കുന്നത്? വേദോത്സവത്തിൽ 1:7 വായിച്ചിട്ടുണ്ടോ? ഇല്ല, എടുത്ത് ഇത് നിർത്തിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചേക്കാം, ഒന്ന് വായിച്ചു. ഇതൊന്നും കിട്ടത്തില്ല, സ്പെഷ്യലാണ്, തമ്പുരാൻ ഇറക്കി തരിക. 1:7 മുതലങ്ങ് വായിച്ചോ. വിരളല്ലേ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോളെ. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു. എന്ത് ഞാൻ പറയുന്നു? എന്തുവാ? കാലം ചുരുങ്ങിയിരിക്കുന്നു. ചാകാനുള്ള കാലം അടുത്തെന്ന്, കർത്താവ് വരാനും കാലം അടുത്തെന്ന്. ഇനി ഭാര്യമാരുള്ളവർ കൊണ്ട് ഭാര്യമാരുള്ളവരെ ഇല്ലാത്തവരെ പോലെയും. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കലെന്നാണ്. കല്യാണം കഴിച്ചാൽ പിന്നെ എന്തോ ഈ ആള് വേറെ ഏതാണ്ടായിട്ട് അങ്ങ് മാറുക. ഈ കല്യാണത്തെ പ്രസംഗം എനിക്ക് സമയം കിട്ടാറില്ല, കിട്ടിയാൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞേനെ വരും. സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായ രീതിയിൽ ഭാര്യയുമായിട്ട് നടക്കരുത്. സ്വർഗത്തിൽ പോകുന്ന തടസ്സമായ രീതിയിൽ ഭർത്താവുമായിട്ട് നടക്കരുത്. അത്രയും ഇപ്പം പഠിച്ചാൽ മതി. ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ. അടുത്തത് കരയുന്നവർ കരയാത്തവരെ പോലെ. ഏതെങ്കിലും വിഷയ നിമിത്തം കരച്ചിലുണ്ടെങ്കിൽ സ്വപ്നത്തിലെ കരച്ചില, ലോകത്തിലെ കരച്ചില. നിന്റെ കരച്ചിൽ സ്വർഗത്തിൽ ഉണ്ടാകാതിരുന്നേച്ചാ മതി. കരയുന്നവർ കരയാത്തവരെ പോലെ. സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെ. ലോകത്തിലെ ജീവിതം സ്വപ്നമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഈ സ്വപ്നത്തിലെ സന്തോഷമാണ്, അതിന് വലിയ കാര്യം കൊടുക്കരുത്. സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെ. പിന്നെ വിലയ്ക്ക് വാങ്ങുന്നവർ വല്ലോ വിലയ്ക്ക് വാങ്ങാൻ ഇടയായിട്ടുണ്ടോ? വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ? കൈവശമാക്കാത്തവരെ പോലെ. ലോകത്തിലെ സാധനമാ, സ്വപ്നത്തിൽ വിലയ്ക്ക് വാങ്ങിയതാ, അത് കൈവശമാക്കാത്തവനെ പോലെ. അമ്പടോ, ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നു ആരാണ്ട് ചോദിക്കുന്നു. വായിച്ചില്ലായിരുന്നു? സന്തോഷിക്കാത്തവരെ വിലക്ക് വാങ്ങുന്ന കൈവശമാക്കാത്തവരെ പോലെ. അടുത്തത് ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. എന്താ കാര്യം? ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുമില്ല. ഇതിന്റെ ഷേപ്പ് വരെ ദൈവം മാറ്റും. ദൈവം ഷേപ്പ് മാറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലയോ? ഞാൻ ഷേപ്പ് മാറ്റുമെന്ന്. തമ്പുരാൻ ഈ ലോകത്തിന്റെ ഷേപ്പ് മാറ്റും. കത്തിച്ച് തൂരക്കണയുള്ള ലോകത്തിലാണ് എനിക്ക് സമ്മാനം കിട്ടിയേക്കുന്നത്. ഇതിന്റെ പുറകെ നടക്കല്ല, ഇത് സ്വപ്നത്തിലെ ഏർപ്പാടാണ്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് നീ കയറി ചെല്ലുന്നിടത്താണ് യഥാർത്ഥ ജീവിതം. സ്വപ്നം കഴിഞ്ഞുള്ള ജീവിതം അവിടെയാണ്. അകത്ത് വെച്ചോണ്ട് പൊക്കോണേ. ഇത് അബ്രഹാമിന്റെ അകത്ത് കയറി. അവൻ അബ്രഹാമിനും ഇസ്ഹാക്കിനോടും കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി പാർത്തോ? കൂടാരങ്ങളിൽ പാർത്തു. കെട്ടിടം പണിയാനാണെങ്കിൽ അതിന് ആംബിയർ ഉള്ളവൻ ആരാ? അബ്രഹാം. പണിതില്ല, കൂടാരത്തിൽ പാർത്തു. കേരളത്തിലെ പെന്തക്കോസ്ത ലോൺ എടുത്ത് വീട് വെച്ച് തൊലയുക. ബാങ്കുകാർ പുറകെ നടന്ന് ലോണങ്ങ് കൊടുക്കും, എല്ലാം മേടിച്ചങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് ഇപ്പം നെഞ്ചിനകത്ത് പിന്നെ ഭാര്യയ്ക്ക് ഉറക്കമില്ല, ഭർത്താവിന് ഉറക്കമില്ല. എന്തുവാ? എളിഞ്ചുവിരി കൊണ്ട് കിടന്ന് ഉറങ്ങുന്നില്ലല്ലോ, ഉരുളുക കിടന്നുകൊണ്ട്. എന്തുവാ എങ്ങനെ അടയ്ക്കുന്നതെന്നും പറഞ്ഞ്. എടാ കൊച്ചെ, നിന്നെ കൊണ്ട് ഒക്കുന്നതിനകത്തുള്ളത് പണിത് താമസിച്ചാൽ നിനക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. മറ്റേ ചാതി പണിയെനിക്ക് അതിന് കാശ് ഉണ്ടാകുന്ന കാലത്ത് പണിതാ മതി. നിന്റെ സമാധാനം പോകത്തില്ലല്ലോ. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ദയവേത് ലോൺ എടുക്കരുത്. ഇതുവരെ എടുത്തവരൊരു കാര്യം ചെയ്യാൻ, വല്ലവിധേനയും ഉള്ള ലോൺ അടയ്ക്കുക, പുതിയൊരു ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വേണേ ചെയ്താൽ മതി. ഇല്ലേ എടുത്തു അടിച്ച് പൊളിച്ചങ്ങ് നടക്കുന്ന. എന്നാലും ഒരാളോട് ചോദിച്ചു, സ്വർണ്ണം ഉപയോഗിക്കുന്നത് തെറ്റെന്നാ? ഞാൻ പറഞ്ഞു, ഒരു തെറ്റുമില്ല, എടുത്തിടാന്ന് പറഞ്ഞു. അതിന് ഒരു വാക്യവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല എന്നാ? ഒരു ബൈബിളും പഠിക്കാതെ ഒരു അമ്മ അഭിഷേകം പ്രാപിച്ചോന്നെ കഴുത്തേൽ പൊട്ടിച്ച് തൂരെ കളഞ്ഞ്, കയ്യെ കിടന്ന് ഊരി തൂരെ കളഞ്ഞു.